Yes, good morning. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, let us start. Yes, sir. Okay. Ready. We can start. So, during the last class, we discussed about നിങ്ങളൊരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. The last day that you have cried. ഏറ്റവും അവസാനമായിട്ട് കരഞ്ഞ ദിവസത്തെ കുറിച്ചാണ് നമ്മളത് പറഞ്ഞത്. Yes, sir. ഓക്കെ. ഒന്ന് രണ്ട് പേരൊക്കെ ഇതിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇനിയും ബാക്കിയുള്ളവർക്ക് ഇന്ന് അവസരം തരാമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ആദ്യം ആരാണ് വരുന്നത്? Do you remember the last day that you cried? Yes, രണ്ട് ഭാഷ പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ പറയാം സാർ. വെരി ഗുഡ്, പറയൂ. ആരാണ്? ആമിനു. ധൈര്യമായിട്ട്. Yes. I remember that the last day I cried in 2 months ago. 2 months ago, okay. My son was affected starting stage of pneumonia. Okay. Oh, yes. Already he was in fever. Fever is in high level and the doctor say admitted he is admitted to the hospital. Okay. He was afraid. Okay. And I cry at that moment. അപ്പൊ ഇപ്പൊ എങ്ങനെയുണ്ട് മകൻ? ഇപ്പൊ എങ്ങനെയുണ്ട്? All right. Very good. Okay. അപ്പൊ അവര് വെരി ഗുഡ്. Yes. റിയൽ ഇൻസിഡന്റ് ആണ്. ഓക്കെ. അപ്പൊ അമീന പറഞ്ഞു. അടുത്ത ആരാണ്? Yes, who is next? കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ കുറച്ച് പേര് ഇങ്ങനെ വന്നല്ലോ, അതുപോലെ പറയൂ. അന്ന് പെട്ടെന്ന് ചോദിച്ചിട്ട് കൃത്യമായിട്ട് പറഞ്ഞു. Yes, who is next? ഞാൻ ഓരോരുത്തരും പേര് വിളിക്കേണ്ടി വരും അല്ലേ? സാർ, ഞാന് കഴിഞ്ഞ ആഴ്ച ഉണ്ടായിട്ടില്ല ക്ലാസ്സിൽ. അപ്പൊ എന്താ എനിക്ക് അറിയില്ല എന്തിനെ പറ്റിട്ടാ. ചോദിക്കട്ടെ? ഓക്കെ. അപ്പോ ലക്ഷ്മ, ചോദ്യം ഇതായിരുന്നു. ഡു യു റിമെമ്പർ ദ ലാസ്റ്റ് ഡേ? ഇതൊരു സിവിൽ സർവീസിൽ ചോദിച്ചൊരു ചോദ്യമാണ്. ഡു യു റിമെമ്പർ ദ ലാസ്റ്റ് ഡേ ദാറ്റ് യു ക്രൈഡ്? നിങ്ങൾ അവസാനമായിട്ട് കരഞ്ഞ ദിവസം ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോ അത് ഓർമ്മയുണ്ടെങ്കിൽ ഐ ക്രൈഡ് ലാസ്റ്റ് ഡേ സമയം പറയും. ഇന്ന ദിവസം മുമ്പ് അല്ലെങ്കിൽ അത് എന്തുമായി ബന്ധപ്പെട്ട ഇൻസിഡന്റ്. ഓക്കെ. അതിന്റെ കാരണം മാത്രം പറഞ്ഞാൽ മതി, ഇല്ലെങ്കിൽ കാരണം പറയാം. ഓക്കെ. യെസ്, ആലോചിച്ചു. ലാസ്റ്റ് വീക്ക് ഫുൾ I cried. ലാസ്റ്റ് വീക്ക് ഫുള്ളി ആയി ക്രൈഡ് അല്ലേ? ഓക്കെ. Because my daughter had not well. Oh, your daughter was I couldn't attend my class also. Oh, yes. ഇപ്പൊ എങ്ങനെയുണ്ട് ഡോക്ടർ? ഇപ്പൊ ഞാൻ ഡോക്ടറെ അടുത്ത് പോവാൻ പോന്നു. സ്റ്റിൽ മാറിയിട്ടില്ല. Okay. She's not well still. Okay. Get it well soon. Okay. Thank you sir. Okay. നിന്നെ ഷുവർ പറഞ്ഞു. ഓക്കെ, ഇനി അടുത്ത ആള് അലീന, പറയാമോ? ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ ആബ്സെന്റ് ആണ് സാർ. ഫീവർ ആയിരുന്നു. അത് കാരണത്താൽ എനിക്ക് എന്താണെന്ന് ഐഡിയയും കിട്ടിയില്ല. സിമ്പിൾ ആയ ചോദ്യം. ലാസ്റ്റ് ക്ലാസ്. ഓക്കെ, സമ്മതിച്ചു. ഒരു ചോദ്യം, അതായത് ലാസ്റ്റ് ഡേ ദാറ്റ് യു ക്രൈഡ്, ഏറ്റവും അവസാനമായിട്ട് നിങ്ങൾ കരഞ്ഞ ദിവസം ഓർമ്മയുണ്ടോ? നമ്മൾ പറയണം യെസ് ഐ ക്രൈഡ് ലാസ്റ്റ് ഇന്ന സംഭവം, ഇന്ന മാസം, ഇന്നത്, അല്ലെങ്കിൽ 2 weeks ബിഫോർ, അല്ലെങ്കിൽ ഡേറ്റ് ഓർമ്മയില്ലെങ്കിൽ കുഴപ്പമില്ല. യെസ് ഐ ക്രൈഡ് ലാസ്റ്റ്. I cried. My younger daughter's health is not good. Okay. Health was not good last week. Okay. I cried because of the
ഹെൽത്ത് പ്രോബ്ലം ഓഫ് ദി യങ്ങർ ഡോട്ടർ. ഓക്കെ ഓക്കെ, രണ്ട് സെന്റൻസ് മതി. ഓക്കെ, രമ്യ. ആ പറഞ്ഞോളൂ രമ്യ, രണ്ട് വാചകം. എനിക്ക് പേടിയാ സാറേ, എനിക്ക് പറയുന്നത് ശരിയാവും. ഈ പറഞ്ഞ ആളുകൾ മുഴുവൻ പറഞ്ഞില്ലേ, അവര് ശരിയായിട്ടാണ് പറഞ്ഞത്. അവരങ്ങനെ പറയുന്നു, അങ്ങനെ പറഞ്ഞ രണ്ട് വാചകം പറഞ്ഞ അടുത്തതില് ധൈര്യം. പിന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളതാണ്. രണ്ട് വാചകം പറയുന്നത് തെറ്റാണോ എനിക്കറിയത്തില്ല. തെറ്റായാലും ശരിയായാലും കുഴപ്പമില്ല, പറയാന്നുള്ളതാണ്. പറഞ്ഞോ. I remember Friday last day. My cousin is dead. My cousin is dead. Dead. This addict in cancer. Okay. This tolerance after she dead. Okay. അത്രേ ഉള്ളൂ സാറേ. അല്ല, ഇത് വളരെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ. എന്നിട്ടാണ് പറയാൻ അറിയാൻ പാടില്ല എന്നുള്ളത്. ഇത്ര എളിമയൊന്നും വേണ്ടോ കേട്ടോ. Yes, I cried last due to the death of my cousin. That my cousin was a cancer patient. Okay, okay, okay. ഷിയാസ് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണെന്ന് തോന്നുന്നു. എന്നാലും ഒന്നുകൂടി പറഞ്ഞോളൂ. സാർ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു. ഒന്ന് ഭംഗിയായിട്ട് പറയാൻ ചാൻസ് കിട്ടിയോ? കഴിഞ്ഞ ക്ലാസ്സിന് സാറ് പറഞ്ഞായിരുന്നു എന്താ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സെക്കൻഡ് മൂവിനെ കുറിച്ചിട്ട്. സെക്കൻഡ് മൂവി ഫേവറേറ്റ് അത് അന്നത്തെ പറഞ്ഞോളൂ. ഓക്കെ ഓക്കെ ഓക്കെ. I told about my favorite, one of my favorite movie, Bahubali, The Beginning, 2015. Very good. This is an Indian cinema, the epic action film. Oh, very good. This film written and directed by S.S. Rajamouli. Okay. And I like this movie. I like most this movie, and I like this movie songs. Okay. All of songs I like it very much. Okay. My in Telugu cinema, my favorite actor Prabhas in lead role in this movie. Okay. And this movie heroine is Anushka Shetty. Okay. And Tamanna Bhatia. Okay. I love this film's villain Rana Dagbati. Okay. That's all. Okay. But you told that all the songs in the film very good. Which song that was favorite, most attractive? അതിലിപ്പോ ഞാൻ പാടിത്തരണ്ടേ? Yes. Okay, I like most this song. പച്ചക്കൽ നീയടാ നാനടാ പാർവേന്നിൽ സർപ്പം ചെയ്തായടാ. ഇതെന്നാ? വെരി ഗുഡ്. ഓക്കെ. ഇതിനകത്തുള്ളവരെ എല്ലാവരും കലാകാരന്മാരും കലാകാരികളുമാണ്. യെസ്, വെരി ഗുഡ്. ഓക്കെ, ഫാത്തിമ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണോ? കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഉണ്ടായിട്ടില്ല. എന്നാ ശരി, ഓക്കെ, റെഡി ആയിരുന്നു. അതായത് സംഭവം വേറെ ഒന്നുമല്ല. ഡു യു റിമെമ്പർ ദി ലാസ്റ്റ് ഡേ ദാറ്റ് യു ക്രൈഡ്? ഏറ്റവും അവസാനം കരഞ്ഞ ദിവസം ഓർമ്മയുണ്ടോ എന്നുള്ളതായിരുന്നു ചോദ്യം. ഇത് സിവിൽ സർവീസിന് ഒരു പ്രാവശ്യം ചോദിച്ചൊരു ചോദ്യമാണ് കുട്ടിയോട്. അപ്പൊ ആ കുട്ടി മറുപടി പറഞ്ഞു, ഐ ക്രൈഡ് ലാസ്റ്റ് വെൻ മൈ ഡിഗ്രി റിസൾട്ട് വാസ് പബ്ലിഷ്ഡ്. എന്റെ ഡിഗ്രി റിസൾട്ട് പബ്ലിഷ് ചെയ്തപ്പോഴാണ് ഞാൻ അവസാനമായിട്ട് കരഞ്ഞത് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ അതുപോലെ ഒരു ചോദ്യം ചോദിച്ചാൽ ഫാത്തിമ അപ്പൊ ഒന്ന് മാനസികമായിട്ട് തയ്യാറെടുത്തു. അപ്പൊ നെഷ്വർ റെഡി ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നെഷ്വർ പറഞ്ഞു. സാർ എന്തിനെ പറ്റിയാ? മൂവിയെ പറ്റിയാ? എന്ത് വേണമെങ്കിലും പറഞ്ഞു. ഏതാണ് ഒരു മൂവി ആണെങ്കിൽ മൂവി പറഞ്ഞു. നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാന്നുള്ളതേ ഉള്ളൂ. യെസ്,
അല്ലെങ്കിൽ രണ്ടും പറഞ്ഞോളൂ. യെസ്, നെറ്റ് പ്രോബ്ലം ആണോ? Sir, my favorite English movie is Baby's Day Out. ഓക്കെ, ഓക്കെ ഓക്കെ ഓക്കെ, പറഞ്ഞോളൂ കുറച്ച് എനിക്ക് അറിയുന്നത് കുറച്ച് പറയാം. പറഞ്ഞോളൂ. ഓക്കെ ഓക്കെ ഓക്കെ. Baby's Day Out is Baby's Day Out was released in 1994. ഓക്കെ It's an American adventure comedy film ഓക്കെ directed by Patrick Ray Johnson and written by John Hughes. ഓക്കെ After marriage, this was my first film I watched with my husband. ഓക്കെ He tried to watch this kind of movie ഓക്കെ to improve my English language ഓക്കെ 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 ഓക്കെ. because he born and brought up in abroad and I am just opposite. യെസ് യെസ് ഓക്കെ At that time, I watched many English movies: Baby's Day Out, Shrek, and Transformer, ഓക്കെ Jurassic World, and so much film. ഓക്കെ Now, I want to tell about Baby's Day Out. ഓക്കെ This is one of my favorite movie of all time ഓക്കെ because the main attraction of this movie is a cute baby boy. ഓക്കെ 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 I have 3 daughters, so I like boys very much. ഓക്കെ I don't know, that's why, but I really love this film. Watch Okay. again and again. ഓക്കെ Basically, the story is about 3 idiot criminals who kidnapped an adorable baby. ഓക്കെ The criminals, I don't know the actual name of the character ഓക്കെ because it's too hard to pronounce. ഓക്കെ 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 The criminals act as a baby photographers and kidnap their 9-month-old baby. ഓക്കെ The baby is from a wealthy family ഓക്കെ and they're demanding them, I think $5 million or something dollars to release the baby. ഓക്കെ After kidnapping, the criminals have faces more difficulties to manage the baby. ഓക്കെ Actually, my attraction is the baby. So he's so cute and adorable. ഓക്കെ And then I really love to watch the kidnappers' performance. ഓക്കെ 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 They 3 men were totally very funny. ഓക്കെ Then what I say, the adventure escape of a baby because of the baby's little bit of tricky ഓക്കെ something. Baby daily baby reading the baby's nanny's book, ഓക്കെ Baby's Day Out, and through that book the baby escaped from the 3 criminals. ഓക്കെ By ending, and their parents got their baby ഓക്കെ and they welcomed the baby. Very heart touching moments. ഓക്കെ Main attraction of this film is baby and the criminals and the baby's nanny, ഓക്കെ because ഓക്കെ she is the one who taught the baby different kinds of stories and poems, something, and through that the baby escaped from the thieves. The criminals. ഓക്കെ So this is my favorite, most English movie. ഓക്കെ അപ്പൊ ഓക്കെ വളരെ പറഞ്ഞു.
ഇത്രയേ പറയൂ സർ. ഓക്കെ ഓക്കെ, വെരി വെരി ഗുഡ്, വെരി ഗുഡ്, വളരെ നന്നായിട്ട് പറഞ്ഞു. അതിനെ കുറിച്ച് നല്ല ഗുഡ് ആക്സന്റ് ഓഫ് ഇംഗ്ലീഷ് ആയിരുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു സർ. ഫാത്തിമ റെഡി ആയില്ലേ? ഓക്കെ 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 ഓക്കെ. പറഞ്ഞോളൂ ഫാത്തിമ. ഞാൻ മൂവി കാണാറില്ല. മൂവി വേണ്ട. The last day that you cried, അതിനെ കുറിച്ച്. Do you remember the last day that you cried? I remember that last day I cried when my grandma died suddenly. ഒരു ശബ്ദത്തിൽ പറഞ്ഞോ, ഒരു ശബ്ദം കൂട്ടി പറഞ്ഞോ. I remember that last day I cried when my grandma died suddenly. Okay, 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 okay. Yes, okay, okay. Due to the death of my grandmother, on that day I cried last. Okay. Yes. Okay, sir. Okay, 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 okay. ഇനി അടുത്തതാണ്. ഇതിനേക്കാളും നല്ല പാർട്ടിസിപ്പേഷൻ അന്ന് ആദ്യം പറഞ്ഞപ്പോ ആലോചിച്ച് നോക്കാനും ഒരു സമയം കിട്ടാന്ന് പറഞ്ഞപ്പോ നിങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു. യെസ്, രണ്ടാമത്തെ സിനിമയെ കുറിച്ച് പറയാനായിട്ട് തയ്യാറെടുത്തേക്കുന്നത് ആരെന്ന് വെച്ചാൽ പറഞ്ഞോളൂട്ടാ. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതില് രണ്ടാമതൊരു സിനിമയെ കുറിച്ച് പറയാന്ന് പറഞ്ഞു. Sir, I am ready. യെസ്, പ്രിൻസി പറഞ്ഞു. I would like to talk about a Malayalam movie which I watched many times. Okay. The movie is Narasimham. The movie is Narasimham. Oh, okay. This movie is an action drama film directed by Shaji Kailas and written by Ranjit. Okay. One of the most powerful actor Mohanlal in the title role. Oh yes, very good. With Tilagan, Kanaga, N.F. Varghese, Jagadish Srikumar, etc. Okay. Mammootty appear in an advocate role. Okay, Srija. The movie music by M.G. Radhakrishnan. Okay. I like all songs this movie. Okay. Mohanlal character name is Indujudan. Okay. Very interesting story in this movie. Okay. This movie climax is good and so sad. Okay. Because Tilagan death. Okay. That's all, sir. Okay, okay. Very good, very good, very good. അതാണ് അല്ലേ? മമ്മൂട്ടിയുടെ ഇത് പറയുമ്പോൾ വേണമെങ്കിൽ നമുക്ക് മമ്മൂട്ടി ആക്ടഡ് ആസ് എ ഗസ്റ്റ് റോൾ എന്നൊക്കെ പറയാമായിരുന്നു. ഓക്കെ, കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. വെരി ഗുഡ്. ഓക്കെ. യെസ്, അടുത്തത്. The second film that I like most. രണ്ടാമത് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന സിനിമ. സർ, ഞാൻ സ്റ്റോറിയെ കുറിച്ച്, ഷോർട്ട് സ്റ്റോറിയെ കുറിച്ച്. I read a lot of stories, but stories and novels. But my favorite short story in Malayalam is Neipayasam, written by Madhavikkutti or Kamala Surya. And she's a famous writer in Malayalam. And Neipayasam short story shows the real life of all the housewives. Okay. The housewife and her husband with 2 sons live in a small flat in city. Okay. She serve her husband and sons very well, very much. Okay. But they are not time to spend with her. Okay. They are busy. Okay. But she is fine, and she is fine in all situations. Okay. Always she smile and serve her husband and sons very fine. One day she suddenly dead in cardiac arrest. Okay. After return her husband in office. Okay. Husband returned in office and see his wife sleeping in kitchen floor. Okay. Near the mop. Okay. He was seen in he was seen in that sight and shocked her. He touched her, but her body is in very cold condition. Okay.
At time he understand that his wife is passed away. Okay. 7 and 8 years old boys return to the school. Okay. They do not understand what happened in their home. Okay. Husband. Okay, പറഞ്ഞോ. Very good. Very good. നന്നായിട്ടുണ്ട്. Then husband saw the kitchen. He Okay. saw that the kitchen cupboard, a cup of neipayasam. Okay, okay, okay. She remembered that she prepared. He remembered that he was prepared last prepared her sons and husband. Okay. The neipayasam prepared by full of her love. Okay. Then after her incineration ceremony, he come back to home and take the neipayasam. Okay. And serve her children very emotionally. Okay. At that time his heart was very he was mentally very depressed. At that time he was Okay. mentally very depressed. Oh, very good. He understand that the neipayasam full of love with her. Okay. After her death he was in mentally very depressed, and at moment he remember that the role of her wife or a lady in home is very important. Okay. In all families. Okay. But all are say housewife are not in a job. But he that moment he always remember that the role of a housewife is very important in all families. Very good. Always the story ends on an emotional climax. Okay. The story tells the woman is a pillar or essential part in a home. Okay. The Kamaladas very she very she shows the she shows No problem. student heart touching. She shows that always mute ചെയ്തത്. Yes. always it is a very Yeah. always it is a very good story in Okay. Malayalam. Okay, okay, okay. പറഞ്ഞു വീടോ? തീർന്നു സാർ. Okay, okay, okay. I mean, very good, very super. Thank you, sir. Very good. അപ്പൊ കഥകളും കവിതകളൊക്കെ ഇങ്ങനെ വായിക്കുകയാണെന്ന് അറിയാൻ കഴിയുന്നത് തന്നെ വളരെ നല്ല കാര്യമാണ്. ഇന്ന് ജനറേഷൻ ഇല്ലാണ്ട് പോയൊരു ക്വാളിറ്റിയാണ് അത്. പുസ്തകങ്ങൾ വായിക്കുക എന്നുള്ളൊരു മെന്റാലിറ്റി വളരെ കുറഞ്ഞു വരുന്നത്. അപ്പൊ ഞാനൊരു കാര്യം വേണ്ടി Sir, can I tell something, sir? For Aminu? No. Can I? പറഞ്ഞോ, ശരിയാണ്. Tell to Aminu just one word. Okay. You carry on. Okay, Aminu, this is a wonderful preparation and wonderful set the movie. Sorry, the short novel. Thank you. Okay. Okay, ശ്രീജ പറയാൻ കാണിച്ച അത് ആ ഒരു മൈൻഡിന് വലിയ അപ്രിസിയേഷൻ. കാരണം നമ്മുടെ മനസ്സിൽ ഇത് ഉണ്ടാവും, പക്ഷെ ഇത് പറയാനായിട്ടുള്ള വേദി ഒരു സ്ഥലം നമുക്ക് വേണ്ടേ. അപ്പോ നിങ്ങൾ വായിച്ചൊരു കഥയാണെങ്കിലും കണ്ടൊരു സിനിമയാണെങ്കിലും അതിനെക്കുറിച്ച് ഇംഗ്ലീഷിൽ പറയണമെന്ന് മാത്രമേ ഉള്ളൂ. ധൈര്യമായിട്ട് പറയാം. നമുക്ക് എപ്പോഴും നമ്മളൊരു വേറിട്ട ചിന്ത എന്ന് പറഞ്ഞ പോലെ ഞാനിപ്പോ ഈ കഥയില് ഈ മരിച്ച കഥാപാത്രം ഒരാഴ്ച കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് മടങ്ങി വരികയെന്ന് വിചാരിക്കും. അവര് വരുമ്പോ അവരാർക്കും കാണാൻ പറ്റുന്നില്ല, പക്ഷെ അവർക്ക് എല്ലാവരെയും കാണാം. I mean, just imagine what will be happening there.
ആ പുസ്തകത്തിന്റെ ഒരു സെക്കൻഡ് പാർട്ട് എഴുതുന്നത് അമിനു ആണെന്ന് വിചാരിക്കും. ആ ലൈനൊന്നും ചിന്തിക്കും. എപ്പോഴും നമ്മുടെ ചിന്തകൾ വേറിട്ട് മാറും. ഒരാഴ്ചയോ ഒരു മാസമോ കഴിഞ്ഞിട്ട് ആ വീട്ടിലേക്ക് ഒരു പ്രത്യേക അനുവാദം ചോദിച്ച്, ദൈവത്തിന്റെ പ്രത്യേക അനുവാദം ചോദിച്ച് ഈ മരിച്ചുപോയ ഭാര്യ വീട്ടിൽ വരുന്നു. എന്നിട്ട് പറയുന്നു, വാട്ട് ആർ ദ തിങ്സ്, അവർ എന്തായിരിക്കും അവൾ അവിടെ കാണുന്നത്? ചിന്തിച്ചു നോക്കിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? അമിനു സാർ എന്റെ അടുത്താണോ സാർ? ആ പ്രശ്നമാ സാറേ, ഇവിടെ ഒരാൾ ഭയങ്കര അപ്പൊ കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം ഈ മരിച്ച ആള് തിരിച്ചു വീട്ടിൽ വന്നു കഴിഞ്ഞാല് എന്തെല്ലാം കാണും എന്നുള്ളത് ജസ്റ്റ് യു ഇമാജിൻ. അതിന്റെ അതൊന്ന് കടലാസിലൂടെ ഒന്ന് എഴുതുക. ഓക്കെ, അപ്പോ ആ കഥയുടെ സെക്കൻഡ് പാർട്ടായിട്ട് വരുന്നത്. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ഇനി ആരാണ്? ഓ, ഇത് സർഗവാസന ഉള്ള HA600. യെസ്, ഓക്കെ. ഇനി ആരാണ്? Can I? Okay, so yeah, start. Okay, sir, the second film that I like, Nandanam, the Okay. Malayalam movie Nandanam. Okay, This is one of the favorite film in Malayalam, okay, and directed by Ranjit. Okay. It is released on 2022 okay, and starred by Navya Nair and Prithviraj Sukumaran. okay, This is an romantic and comedy film. okay, The film in that film, Navya is a housemaid okay, and devote of Krishna, okay, and named Balamani, okay, and she was fall in love with Manu. okay, And the full story based on the issues of housemaid Balamani and Manu, okay, and whole family against their love and marriage. okay, But God grace, but God grace, the Lord Krishna okay, grace, Lord Krishna's grace. The climax was very interesting and good. They were married, okay, and Jagadish Srikumar sir and Innocent sir are the well played their comedy role. okay, And in film Jagadi name as Kumbidi, okay, and Kaviyur Ponnamma and Kaviyur Ponnamma, Revati, Siddiq, Aravind Agash, KJ Yeshudas are lead characters. okay, And this is one of the best movie in that time. okay, Good, it's full of good songs. okay, And Karmugil Varnande Kanda, that song is sing by Chitra. okay, That was I like song. okay, And Navya Naya first film. This is Navya Naya's first film, okay, and this is a good one, sir. okay, That's all, sir. Thank you. okay, okay. നവ്യ നായരുടെ ഫസ്റ്റ് ഫിലിം ആണോ? അല്ല, ഇത് പൃഥ്വിരാജിന്റെ ഫസ്റ്റ് ഫിലിമാണ്, പക്ഷേ നവ്യ നായറിന്റെ ഫസ്റ്റ് ഫിലിം അല്ല. പൃഥ്വിരാജിന്റെ ഫസ്റ്റ് ഫിലിം ആണ്. Okay, 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 sorry, sir. Okay, okay, Srija. You told that one of the song was very touching. Yes, sir. Karmugil Varnande Krishna. കാർമുകിൽ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞപ്പോ തന്നെ അറിയാം പാടുന്നത്. Yes, Yes. ശ്രീജ, Yes, sir. കാർമുകിൽ പറഞ്ഞിട്ടുള്ള രണ്ടുപേരും പാടിക്കോളൂ. Sorry, sir. I forgot the lines. Okay, okay, okay. Make it a preparation. You will get it next time. You will get another chance. Okay. Yeah, okay, sir. Okay. Maybe end of the class.
I Very will. good, very good. Okay, sir. Okay. അപ്പൊ now ഇനി അടുത്തതാരാണ്? Who is next? Who is next? Sir, can I? Oh, with pleasure. Okay. I would like to tell about an American series named Pirates of Caribbean. Okay. This is one of my favorite series. Okay. Everyone think about the series, it's a film, but it's not a film, it's a web series. Okay. Like web series, okay? Okay. In this web series produced in this series produced by Jerry Bruckheimer. Okay. The main character of this movie, Johnny Depp. He's one of my favorite actor. Okay. I like his looks and costume, and his mannerism and its slang of on this movie. Okay. Director of the series include the director of the series Okay. Gore Verbinski and Rob Marshall. Okay. The story followed the adventures of Captain Jack Sparrow Okay. with the story followed the adventure of Captain Jack Sparrow with Hector Barbarossa Okay. over the courses of the film. Okay. Thank you. That's all. Okay. Okay. Very good. Very good. Shia is a good work. Okay. Okay. Keep it up. Okay. Thank you, sir. Okay. Okay. Good. Yes. Who is next? അടുത്തതാരാണ്? നിങ്ങളിങ്ങനെ പല ക്ലാസ്സുകളിലും സ്കൂളുകളിലെല്ലാം പഠിച്ചിട്ടും ഇതേപോലെ നിന്ന് പറയാനായിട്ട് എത്ര പേർക്ക് അവസരം കിട്ടിയിട്ടുണ്ട്? അല്ലെങ്കിൽ അവസരം വന്ന് സർ, അവസരം ഉണ്ടായിരുന്നെന്നും അന്ന് പറയാൻ പേടിയായിരുന്നു. തെറ്റിപ്പോകുമോ, അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികളുടെ മുമ്പില് നമ്മളത് പറയുമ്പോ അതല്ല, അവർക്കറിയും നമുക്കറിയില്ല എന്നുള്ളൊരു ചിന്താഗതി. നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നവരൊക്കെ മണ്ടന്മാരാന്ന് വിചാരിക്കുക. സർ, അന്നത് ചിന്തിക്കാനുള്ള ബുദ്ധി ഇല്ലാത്തോണ്ട് നമ്മളായിരുന്നു അന്ന് മണ്ടന്മാര്. അതല്ല, അതെ, ഒരു ഇൻസ്പിറേഷൻ തരാനായിട്ട് ആരെങ്കിലും ഒരാൾ അന്ന് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് തീരുമാനം. യെസ്, അതെ, അത് എത്രയോ വലിയ ഇതാണ്. കാരണം അന്നൊരു ഇൻസ്പിറേഷൻ തരാൻ നമ്മുടെ ഒപ്പം ഇരിക്കുന്നവരെന്നെ പറയണ്ട എന്തെങ്കിലും പറഞ്ഞാൽ അത് പൊട്ടത്തെറ്റേ കാരണം പറയും. പിന്നെ ഒപ്പം ഇരിക്കുന്നവരെ പറയും, കാരണം നിങ്ങളുടെ ഒരു സെയിം പ്രായമുണ്ട്. അപ്പൊ അത് വേറൊരു ലെവലാണ്. നേരെ മറിച്ച് കുറച്ചുകൂടി മുതിർന്ന ഒരാളുണ്ട്, അത് എന്തെങ്കിലും ഒരു കലാകൃതയുള്ള ഒരു ടൈപ്പുള്ള ഒരാളൊക്കെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് പറയും എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസ്പിറേഷൻ കൊടുക്കും. ഓക്കെ. MT വാസുദേവൻ നായർ പറഞ്ഞിട്ടുണ്ട്, പുള്ളി ആദ്യം മുത്തശ്ശിയുടെ കുടുക്കയിലെ പൈസ മോഷ്ടിച്ചെടുത്തിട്ട് അതിന്റെ കവർ വാങ്ങിച്ച് ആ കവറിലിട്ടിട്ടാണ് മാഗസിനിലോട്ടും മാസികകളിലേക്ക് കഥകൾ അയച്ചിരുന്നത്. അത് അതുപോലെ തന്നെ തിരിച്ചു വരുമായിരുന്നു. വരുന്ന കവർ മടക്കി ഒട്ടിച്ച് അടുത്ത മാഗസിനോട് വിടുമായിരുന്നു. ഓക്കെ. 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 നോ പ്രോബ്ലം. വെരി ഗുഡ്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ അവസരം കിട്ടിയിരിക്കുകയാണ്. ബെറ്റർ ലേറ്റ് ദാൻ നെവർ. ഓക്കെ. Who is next? Okay, Shia, who is next? ഇനി അടുത്തായിരിക്കാൻ പറഞ്ഞത്. ഓക്കെ, എന്തും പറയട്ടോ. പറഞ്ഞു ജൂബി. ജൂബി. My favorite movie is KGF Chapter 2. Movies? KGF Chapter 2. Okay. I watched it at the theater on my Thrissur studying time. Okay. It is an interesting movie and I was excited to watch it with my friends. Okay. KGF have 2 chapters. It is an action thriller and a romantic movie. Okay. I like the KGF Chapter 2 the most. Okay. It is written and directed by Prashant Neel. Okay. My favorite actor Yash also plays a main role of Rocky Bai in the movie. Okay. It is a Kannada movie, Okay. dubbed in Hindi, Telugu,
Tamil and Malayalam language. The movie gives the message of the movie is about greed and gold. Okay. I watched both chapters of KGF movie so many times. Okay. Oh, yes. I really enjoyed the movie, and I am now watching for the third part to come out. I will definitely watch that as well. Okay. You are waiting for the third part. Yes. Okay. Jubi, very good. Okay. അപ്പോൾ ഓരോരുത്തരുടെ ടേസ്റ്റും ഇൻട്രസ്റ്റും എടുക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ലേ? യെസ്. ഓക്കെ. നിങ്ങളുടെ ഗ്രൂപ്പില് പ്രഗത്ഭന്മാരാണ് എടുക്കുന്നത്. ഭയങ്കരമായ കഴിവുള്ള ആളുകളാണ് എടുക്കുന്നത്. ഓക്കെ. യെസ്. ഹൂ ഈസ് നെക്സ്റ്റ്? ഇനി ആർക്കാണ് പറയേണ്ടത്? യെസ്. ഹൂ ഈസ് നെക്സ്റ്റ്? ഓക്കെ. ഇനി ആര്? അപ്പൊ ഓപ്പൺ ആയിട്ട് എല്ലാവർക്കും ചാൻസ് ഞാൻ പറയുകയാണ്. ഇനി നിങ്ങൾ ഇതേപോലെ കഥകൾ വായിച്ചു കഴിഞ്ഞാല്, കവിതകൾ വായിച്ചു കഴിഞ്ഞാല്, സിനിമ കണ്ടു കഴിഞ്ഞാല് ധൈര്യമായിട്ട് പിറ്റേ ക്ലാസ്സിൽ വരുമ്പോൾ പറയാം, ഞാനൊരു സിനിമ കണ്ടു, ഞാൻ എന്റെ കഥയൊന്നും പറയട്ടെ. ഇംഗ്ലീഷ് പറയുന്നത് മാത്രമേ അല്ലെങ്കിൽ പോണ വഴിക്ക് എവിടെയെങ്കിലും വെച്ചൊരു തമാശയായിട്ടൊരു സംഭവം ഉണ്ടായി. നിങ്ങളത് നമുക്ക് പിന്നീട് വരട്ടെ. നിങ്ങൾ പൊട്ടിച്ചിരിച്ച ഒരു ഇൻസിഡന്റ് പറയാൻ പറ്റും. നമ്മള് ഡേ ദാറ്റ് യു ക്രൈഡ് പറഞ്ഞ പോലെ നിങ്ങൾ മനസ്സ് തുറന്ന് ചിരിച്ചിരിച്ച, ചിലപ്പോൾ അത് വല്ല അബദ്ധം പറ്റിയിട്ടായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോമഡി ആയിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഷയം. ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെടുത്തിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പിന്നീട് വരുന്നുണ്ട്. ഓക്കെ, അതിന് നമുക്ക് പറയാം. അപ്പൊ നിങ്ങളോട് അറിവിലും കണ്ടിപ്പെടുന്നത് നിങ്ങൾക്ക് ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ ആ കാര്യങ്ങളെ കുറിച്ച് ഇംഗ്ലീഷിൽ പറയാം. അത് കണ്ട സിനിമയാവാം, വായിച്ച പുസ്തകമാവാം, കണ്ട ഏതെങ്കിലും ഒരു സീരീസ് ആവാം, വാട്ട് എവർ ഇറ്റ് മേ ബി, യു ക്യാൻ കമ്മ്യൂണിക്കേറ്റ് ഹിയർ വിത്ത് പ്രൗഡ്. അഭിമാനത്തോട് നിങ്ങൾക്ക് പറയാം, ഇറ്റ് ഈസ് യുവർ സ്റ്റേജ്, നിങ്ങളുടെ വേദിയാണ്, നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവിടെ അത് പ്രസന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്കിനി ഞാനിനി സിമ്പിൾ ഫ്യൂച്ചറിലേക്ക് കൂടി ഒന്ന് വന്നിട്ട് നമുക്ക് അടുത്തിലോട്ട് വരാം. അപ്പൊ അതിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനാണ്. സിമ്പിൾ ഫ്യൂച്ചറിന്റെ സ്ട്രക്ചർ ഞാൻ പറഞ്ഞു തരല്ലേ. സിമ്പിൾ ഫ്യൂച്ചർ എന്തെല്ലാമാണ് സിമ്പിൾ ഫ്യൂച്ചറിന്റെ സ്ട്രക്ചർ എന്ന് ഞാൻ പറഞ്ഞതാണ്. അതായത് നമ്മളിപ്പോ പറഞ്ഞത് 3 ടെൻസുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ. ആ 3 ടെൻസിന്റെയും പാസീവ് വോയിസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ സിമ്പിൾ പ്രസന്റും സിമ്പിൾ പാസ്റ്റും ഏതാണ്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്തു. ഇനി അടുത്തത് പറയാനുള്ളത് സിമ്പിൾ ഫ്യൂച്ചറിനെ കുറിച്ചാണ്. സിമ്പിൾ ഫ്യൂച്ചർ, അപ്പൊ ഒരു വാചകം കണ്ടു കഴിഞ്ഞാൽ അത് സിമ്പിൾ ഫ്യൂച്ചർ ആണ് എന്ന് എങ്ങനെ മനസ്സിലാകും? അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടി പറയാം. സബ്ജക്റ്റ് ഉണ്ടാവും, അത് കഴിഞ്ഞതിന് ശേഷം വിൽ അല്ലെങ്കിൽ ഷാൽ ഉണ്ടാവും, വില്ലോ ഷാൽ. പിന്നെ വെർബിന്റെ പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ്. അപ്പൊ സബ്ജക്റ്റ് പ്ലസ് വിൽ അല്ലെങ്കിൽ ഷാല്, വെർബിന്റെ പ്രസന്റ് ടെൻസ്. അപ്പൊ അത് വന്നു കഴിഞ്ഞാല് നമുക്ക് പറയാൻ പറ്റും അതൊരു സിമ്പിൾ ഫ്യൂച്ചർ ആണ്. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഹി വിൽ സെൽ ദ കാർ. എക്സാമ്പിൾ പറയണം. ഹി വിൽ സെൽ ദ കാർ. അവൻ ആ കാർ വിൽക്കും. ഹി വിൽ സെൽ ദ കാർ. അവിടെ നോക്കി, സബ്ജക്റ്റ് ഹി ആണ്, വില്ല് അല്ലെങ്കിൽ ഷാലില്ല വില്ല് വന്നിട്ടുണ്ട്. സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബാണ്. അപ്പൊ സബ്ജക്റ്റ് വില്ല് അല്ലെങ്കിൽ ഷാല്, വെർബിന്റെ പ്രസന്റ് ടെൻസ് വന്നു. അപ്പൊ ഇത് സിമ്പിൾ ഫ്യൂച്ചർ ആണ്. അത് മനസ്സിലായി. സിമ്പിൾ ഫ്യൂച്ചർ ആയ ഒരു വാചകത്തിന്റെ പാസീവ് വോയിസ് നമുക്ക് പറയുമ്പോൾ എങ്ങനെ പറയാൻ പറ്റും? അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോ നേരത്തെ നമ്മൾ സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ ഓബ്ജക്റ്റ് എഴുതി ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ്, വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയും. സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ ഓബ്ജക്റ്റ് എഴുതി വാസ് അല്ലെങ്കിൽ വേറെ, വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതുമെന്ന് പറഞ്ഞു. ഇത് ഇവിടെ സിമ്പിൾ ഫ്യൂച്ചർ ആണ്. അപ്പൊ നേരത്തെ പറഞ്ഞ 2 രീതിയിൽ നിന്നും ചെറിയൊരു വ്യത്യാസം ഇവിടെ വരും. ഒരു കാര്യം കറക്റ്റ് ആണ്. ആദ്യം ഓബ്ജക്റ്റ്, അത് ഓബ്ജക്റ്റ് എഴുതുക. ഓബ്ജക്റ്റ് എഴുതി കഴിഞ്ഞതിന് ശേഷം വിൽ അല്ലെങ്കിൽ ഷാൽ എഴുതുക, വിൽ ഓർ ഷാൽ. അത് കഴിഞ്ഞതിന് ശേഷം ബി എന്ന് ചേർക്കുക, ബി.
അത് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതുന്നു. ഇതാണ് സിമ്പിൾ ഫ്യൂച്ചറിന്റെ പാസീവ് വോയിസ് നമ്മൾ എഴുതുന്നത്. അപ്പൊ നിങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ചില സെന്റൻസുകളൊക്കെ പറയുമ്പോൾ ഇടയ്ക്ക് ഓരോ സെന്റൻസുകളൊക്കെ സിമ്പിൾ ഫ്യൂച്ചറിൽ ഉൾപ്പെടുത്തി പറയും കേട്ടോ. ഒന്നുകൂടെ പറയോ? ഓക്കെ എത്ര പ്രാവശ്യം വേണമെങ്കിൽ പറയാം, നോ പ്രോബ്ലം. ഓക്കെ, അതായത് നമ്മൾ പറഞ്ഞത് സിമ്പിൾ ഫ്യൂച്ചർ. സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുന്ന വാചകം നമുക്ക് എങ്ങനെ കണ്ടാൽ തിരിച്ചറിയും, അതാണ് ആദ്യം പറഞ്ഞത്. സബ്ജക്റ്റ് ഉണ്ടാവും, വെർബിന്റെ വിൽ അല്ലെങ്കിൽ ഷാൽ ഉണ്ടാവും, അത് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പ്രസന്റ് ടെൻസ് ഉണ്ടാവും. ഇത്രയും ഉണ്ടെങ്കിൽ നമുക്ക് പറയാം അത് സിമ്പിൾ ഫ്യൂച്ചർ ആണെന്ന് പറയാം. ഇപ്പൊ ഇവിടെ നമ്മൾ എഴുതി പറഞ്ഞിട്ടുള്ള വാചകം ഹി വിൽ സെൽ ദ കാർ, അവൻ കാറ് വിൽക്കും. ഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജക്റ്റ് ആണ്. വിൽ അല്ലെങ്കിൽ ഷാൽ എന്നതിൽ വില്ല് വന്നിട്ടുണ്ട്. സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസന്റ് ടെൻസ് വന്ന വെർബാണ്. ഓക്കെ, അപ്പൊ ഇത് സിമ്പിൾ ഫ്യൂച്ചർ ആണ്. ഇതിന്റെ പാസീവ് വോയിസ് നമ്മൾ എഴുതുക. ഓക്കെ, ഈ വാചകം നോക്കി, ഹി വിൽ സെൽ ദ കാർ, അവൻ കാറ് വിൽക്കും. ആദ്യം നമ്മൾ ഓബ്ജക്റ്റ് കണ്ടുപിടിക്കും. ഓബ്ജക്റ്റ് കണ്ടുപിടിക്കാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആരെ അല്ലെങ്കിൽ എന്ത് എന്ന് ചോദിക്കുമ്പോൾ യു വിൽ ഗെറ്റ് വൺ ആൻസർ, ദാറ്റ് ആൻസർ ഈസ് ഓബ്ജക്റ്റ്. ഓക്കെ 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 അപ്പൊ നമ്മൾ നോക്കിയാൽ ദി കാർ. ഓക്കെ, ശരിയാണ്, ചെയ്യാം. ദ കാർ ഓബ്ജക്റ്റ് എഴുതി. ഓബ്ജക്റ്റ് എഴുതി കഴിഞ്ഞതിന് ശേഷം വിൽ അല്ലെങ്കിൽ ഷാൽ ഉപയോഗിക്കണം. വിൽ ഓർ ഷാൽ. അപ്പൊ നമ്മൾ വില്ല് ഉപയോഗിച്ചു. അപ്പൊ ദ കാർ വിൽ. ഇനി ബി ഇ ബി എന്ന് കൂടി ചേർക്കുന്നത്. അപ്പൊ ദ കാർ വിൽ ബി. അത്രയും വരെ. ഇനി വേണ്ടത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദ വെർബാണ്. നോക്കി, ഈ സെന്റൻസിൽ സെൽ എന്നുള്ളതാണ് വെർബ്. ആ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ പ്രസന്റ് ടെൻസ് സെല്ലാണ്, പാസ്റ്റ് ടെൻസ് സോൾഡ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ സോൾഡ്. അപ്പൊ സെൽ സോൾഡ് സോൾഡ് ആണ്. അപ്പൊ സോൾഡ് ആണ് ഇതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പൊ ഇതിന്റെ ആൻസർ എന്ത് വരും? ദ കാർ വിൽ ബി. ഓക്കെ ജസീല, ഉമാറിയ, ഓക്കെ 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 ഓക്കെ. ദ കാർ വിൽ ബി, ജൂബി, ഓക്കെ. ദ കാർ വിൽ ബി sold by him. The car will be sold by him. അപ്പോ ഇതിന്റെ സ്ട്രക്ചർ നമ്മൾ പറയുമ്പോൾ ആദ്യം ഓബ്ജക്റ്റ് എഴുതണം. പാസീവ് വോയിസ് സിമ്പിൾ ഫ്യൂച്ചർ എഴുതുമ്പോൾ ഓക്കെ ചെയ്യാം. ഓബ്ജക്റ്റ് എഴുതണം. ഓബ്ജക്റ്റ് എഴുതി കഴിഞ്ഞതിന് ശേഷം വിൽ അല്ലെങ്കിൽ ഷാൽ ഉപയോഗിക്കണം. ബി എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കണം. ബി ബി ഇ ബി. അത് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതണം. ഫാത്തിമ, ക്ലിയർ ആയോ? ഓക്കെ സർ. ഓക്കെ 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 അപ്പൊ രണ്ട് സിമ്പിൾ ചെയ്യുമ്പോൾ നമുക്കത് കറക്റ്റ് ആവും. അപ്പൊ നിങ്ങൾ ഒരു ഹെഡിങ് എഴുതും, പാസീവ് വോയിസ് ഓഫ് സിമ്പിൾ ഫ്യൂച്ചർ. പാസീവ് വോയിസ്, PASSIVE, പാസീവ് വോയിസ്, VOICE, വോയിസ് ഓഫ്, പാസീവ് വോയിസ് ഓഫ് PASSIVE, passive voice, VOICE, voice of simple, SIMPLE, simple future, FUTURE, future. അതിന്റെ അടിയിൽ എഴുതുക ഒബ്ജക്റ്റ് പ്ലസ് OBJECT, ഒബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൽ. വില്ലുടെ ഒരു ഹൈഫൺ സ്ലാഷ് വരച്ചിട്ട് ഷാലിട. വിൽ ഓർ ഷാൽ, വിൽ ഓർ ഷാൽ, വിൽ ഓർ ഷാൽ പ്ലസ് ബി, BE, ബി പ്ലസ് വി, വെർബ് എന്നുള്ളതിന്റെ ഫസ്റ്റ് ലെറ്റർ വി. വി എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റിൽ PP. PP മീൻസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. എന്റെ ചുരുക്കിയാണ് നമ്മൾ PP എന്ന് എഴുതുന്നത്. PP പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം. ഒബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് ബി പ്ലസ് വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പൊ ഒബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് ബി പ്ലസ് വെർബ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഈ ക്രമത്തിൽ എഴുതി കഴിഞ്ഞാൽ സിമ്പിൾ ഫ്യൂച്ചറിന്റെ പാസീവ് വോയിസ് ആയി. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ കാര്യം നിങ്ങൾക്ക് ആക്റ്റീവ് വോയിസ് നന്നായിട്ട് നിങ്ങൾ സംസാരിക്കാനായിട്ട് ക്ലിയർ ആണ്. ഇടയ്ക്ക് ഒന്ന് രണ്ട് വാചകങ്ങളൊക്കെ ഒന്ന് പാസീവ് വോയിസിലും ഒന്ന് പറഞ്ഞു നോക്കുക.
ഐ കുക്ക്ഡ് ഫുഡ് എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് എന്താ പറയാം, ദ ഫുഡ് വാസ് കുക്ക്ഡ് ബൈ മീ. I read the newspaper എന്നുള്ളത് the newspaper in the morning, the newspaper was read by me. ഉണ്ടോ? ഇടയ്ക്ക് ഇങ്ങനെയും പറയാമെന്ന് അറിയാൻ വേണ്ടിയിട്ടും മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടും ഇടയ്ക്കൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പാസീവ് വോയിസിനും കൂടി അങ്ങനെ ഉൾപ്പെടുത്തുക. ഓക്കെ ചെയ്യാം. ഓക്കെ 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 നിഷ്വ. ഓക്കെ 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 യെസ്. ഒരു സെന്റൻസ് എഴുതിക്കണം, സിമ്പിൾ സെന്റൻസ്. Somebody, SOMEBODY, somebody will buy, BUY, will buy this car, 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 very soon, SOON, very soon. ഞാൻ ഒന്നുകൂടി പറയാം. Somebody, SOMEBODY, somebody will buy, BUY, buy this car, 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 very soon, ഓക്കെ. ഒബ്ജക്റ്റ് കണ്ടുപിടിക്കുക, അത് ആദ്യം എഴുതുക, വില്ലോ ഷാൽ എഴുതുക. അത് കഴിഞ്ഞതിന് ശേഷം this car will be bought somebody very soon. ഓക്കെ 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 ആ ബൈ സംബടി എന്നുള്ളത് ലാസ്റ്റ് പറഞ്ഞാൽ മതി. Okay, sir. നിങ്ങൾക്ക് എഴുതുന്നവർക്ക് വേറെ ആളെ കേട്ട് എഴുതുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അതുപോലെ എഴുതുക. അപ്പൊ ഞാൻ കറക്റ്റ് ചെയ്യും. നിങ്ങൾക്ക് ഫീൽ ചെയ്യണ പോലെ എഴുതിയാണ്. ശരിയാണ് ഫാത്തിമ. ഒബ്ജക്റ്റ് നമുക്ക് ഇവിടെ കിട്ടും. എന്ത് വാങ്ങുമെന്നാണ് പറയുന്നത്, ദിസ് കാർ. അപ്പൊ ദിസ് കാർ ഒബ്ജക്റ്റ് കിട്ടി. ബാക്കി ഫിൽ ചെയ്തു. സിമ്പിൾ അല്ലേ? ഒബ്ജക്റ്റ് കിട്ടി, ദിസ് കാർ. ജുസാലിയ പറയുന്നത് കറക്റ്റാണെന്ന് എനിക്കറിയാം. റഷ്യ ഓക്കെ. This car will be bought very soon by somebody. Okay. The car will be bought very soon by somebody. Jayalashmi, okay. Srija, okay. ഓക്കെ. നമുക്ക് ബൈ തുടങ്ങിയുള്ളത് എഴുതിയില്ലെങ്കിൽ കുഴപ്പമില്ല. ഈ പാസീവ് വോയിസിൽ എപ്പോഴും ചെയ്ത പ്രവർത്തിക്കാണ് ഇമ്പോർട്ടൻസ്, ചെയ്ത ആൾക്കല്ല. ആക്റ്റീവ് വോയിസിലാണ് ഡൂവർക്ക് ഇമ്പോർട്ടൻസ്. പാസീവ് വോയിസിൽ സഫറർക്കാണ് ഇമ്പോർട്ടൻസ്. അപ്പൊ ബൈ തുടങ്ങിയുള്ളത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. യെസ്. പ്രിൻസിഡ കറക്റ്റ് ആണ്. ഓക്കെ അത് കറക്റ്റ് ആണ്. ഇനി അടുത്തത് ഞാൻ ഒന്നും പറയുന്നില്ല, നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചോ, എഴുതുക. ഓക്കെ. They will visit, VISIT, visit us, 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 after AFTER, after a week, WEEK. ഒന്നുകൂടി പറയാം. They will visit, VISIT, visit us after a week, WEEK, week. Okay.
Yes, Rabia. ഫാത്തിമ, ഒബ്ജക്റ്റ് കണ്ടുപിടിച്ചതിൽ തെറ്റുപറ്റിപ്പോയി. ഒബ്ജക്റ്റ് കണ്ടുപിടിച്ചതിൽ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. ഒന്നും കൂടി ആ 2 ചോദ്യങ്ങൾ ചോദിച്ച് then you will get answer. ഷിയ, ഒബ്ജക്റ്റ് കണ്ടുപിടിച്ചതിൽ തെറ്റുപറ്റിപ്പോയി. ഓക്കെ 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 ഒബ്ജക്റ്റ് കണ്ടുപിടിക്കും. ഒബ്ജക്റ്റ് കണ്ടുപിടിച്ചതിൽ തെറ്റുപറ്റിപ്പോയി. സർ ഇതിലേതോ ഒബ്ജക്റ്റ് വരിക? ഓക്കെ ഓക്കെ നോക്ക്. ഓക്കെ 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 ശ്രീജ ഒബ്ജക്റ്റ് മിസ്റ്റേക്ക് പറ്റി. ഒബ്ജക്റ്റ് ദേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജക്റ്റ് ആണ്. ഓക്കെ 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 ശരി. ഓക്കെ 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 നമുക്ക് ഉത്തരത്തിലേക്ക് വരാം. നോക്ക്, ഞാൻ ഉത്തരത്തിന്റെ പകുതി പറയാം. ദേ വിൽ വിസിറ്റ്, അവർ സന്ദർശിക്കും, അസ് ഞങ്ങളെ, ആഫ്റ്റർ എ വീക്ക്, ഒരാഴ്ചയ്ക്ക് ശേഷം ഞങ്ങളെ സന്ദർശിക്കും. അപ്പൊ സന്ദർശിക്കുക എന്നുള്ളതാണ് വെർബ്. അതിനോടൊരു ചോദ്യം ചോദിക്കുക, എന്ത് സന്ദർശിക്കും? ഉത്തരമില്ല. ആരെ സന്ദർശിക്കും? ഞങ്ങളെ. കണ്ട, അസ് എന്നുള്ളതാണ് ഒബ്ജക്റ്റ്. ആ നമ്മൾ ഈ പാസീവ് വോയിസിന്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അസ് എന്ന് വന്നു കഴിഞ്ഞാല് അത് വി എന്ന് മാറ്റണം. ദം എന്ന് വന്നു കഴിഞ്ഞാല് അത് ദേ എന്ന് മാറ്റണം. ഹർ എന്ന് വന്നു കഴിഞ്ഞാല് അത് ഷീ എന്ന് മാറ്റണം. ഹിം എന്ന് വന്നു കഴിഞ്ഞാല് അത് ഹി എന്ന് മാറ്റണം. അപ്പോ ഈ അസ് എന്നുള്ളത് നമ്മൾ സബ്ജക്റ്റ് ആയിട്ട് എടുക്കുമ്പോൾ എന്തായിട്ട് മാറ്റണം? വി എന്ന് മാറ്റണം. വി. ഓക്കെ, ഇനി കറക്റ്റ്. പറയാം സ്റ്റേജ് നോക്കി. അതെ, ആ സൈഡിൽ ആദ്യം തന്നെ അതൊന്ന് കുറിച്ച് നോക്ക്. നിങ്ങൾ അത് മറന്നു പോയിട്ടുണ്ട്, അത് വേറെ എവിടെയാണ്. നോക്ക്, സൈഡില് ഇതിന്റെ അടിയിൽ ഐ എന്ന് എഴുതുക. ഐ എന്നിട്ട് ഒരു ആരോ മാർക്ക് ഇട്ടിട്ട് മീ എന്നാക്കുക. മീ. ഐ എന്ന് എഴുതിയിട്ട് നേരെ ആരോ മാർക്ക് ഇട്ടിട്ട് മീ എന്നാക്കുക. ഓക്കെ, ഐയുടെ അടിയിൽ വി എന്ന് എഴുതുക. വി. ഒരു ഹൈഫൺ ഇട്ടിട്ട് US, അസ് എന്നാക്കുക. അസ് എന്ന് എഴുതുക. അടുത്തത് THUY, ദേ എന്ന് എഴുതുക. ദേ. ഒരു ഹൈഫൺ ഇട്ടിട്ട് ദം എന്ന് എഴുതുക. ദം. അടുത്തത് SHE, ഷീ എന്ന് എഴുതുക. ഒരു ഹൈഫൺ ഇട്ടിട്ട് ഹർ എന്ന് എഴുതുക. ഹർ. അടുത്തത് ഹി എന്ന് എഴുതുക. ജയലക്ഷ്മി ഓക്കെ. ഹി എന്ന് എഴുതുക. ഹി എന്ന് എഴുതിയിട്ട് നേരെ ഹൈഫൺ ഇട്ടിട്ട് ഹിം എന്ന് എഴുതുക. ഓക്കെ, ആക്റ്റീവ് വോയിസിലും പാസീവ് വോയിസിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന 2 വാക്കുകളാണ് ഈ സംഗതികൾ. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഓബ്ജക്റ്റ് എന്താണ്? അസ്സാണ്. അസ് എന്നുള്ളത് ഇങ്ങോട്ട് മാറുമ്പോൾ എന്ത് മാറ്റണം? വി എന്ന് എഴുതണം. അസ് എന്നുള്ളത് മാറുന്നത് അവിടെ നോക്കി, അവിടെ വി എന്നല്ല മാറുന്നത്. ഒബ്ജക്റ്റ് മാറുമ്പോൾ വി എന്നായി. അപ്പൊ വി എന്ന് എഴുതി. ഓക്കെ 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 ശ്രീജ, അതെന്തായിട്ട് മാറിയത്? വി എന്നായിരുന്നു. വി. വി കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ എന്ത് വേണം? വില്ല അല്ലെങ്കിൽ ശാല ഉപയോഗിക്കുക. ഓക്കെ ശരി. ഇവിടെയുള്ള ദേയും മാറോ? ദേ എന്നുള്ളത് ബൈ ദെവിന് ലാസ്റ്റ് വരും. ബൈ ദ ആര് ചെയ്തു, ആര് സന്ദർശിക്കുന്നു പറയുമ്പോഴാണ്, ആരെ സന്ദർശിക്കുമെന്ന് പറയുമ്പോഴാണ് അസ് കിട്ടുന്നത്. ആദ്യം വരുന്ന സബ്ജക്റ്റ് ആണ്. അപ്പൊ ഞാൻ പറയാം, നോക്ക് ശ്രദ്ധിച്ചോ. ഇത് ഫുള്ളായിട്ട് പറയാം. അപ്പൊ നമുക്ക് പറയാം, അസ് എന്നുള്ളത് ഇങ്ങോട്ട് മാറ്റി കഴിഞ്ഞപ്പോ എന്തായി? വി നായി. വി. അത് കഴിഞ്ഞ് അപ്പൊ ഒബ്ജക്റ്റ് കിട്ടി. ഇനി വില്ല അല്ലെങ്കിൽ ഷാല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർത്തോ. അപ്പോ ഷാലയുണ്ട്, വി ഷാൽ, അല്ലെങ്കിൽ വി വിൽ, ഇതായിക്കോട്ടെ. അത് കഴിഞ്ഞതിന് ശേഷം ബി ഇ, ബി ഉണ്ട്, വി ഷാൽ ബി അല്ലെങ്കിൽ വി വിൽ ബി, അത്രയും വരെ. ഓക്കെ, ഇനി വിസിറ്റ് ആണ് വെർബ്. ആ വിസിറ്റ് എന്നുള്ളതിന്റെ എന്താകണം? പാസ്റ്റ് പാർട്ടിസിപ്പിൾ. വിസിറ്റഡ്, VISITED, വിസിറ്റ്.
ഷാൽ ബി അല്ലെങ്കിൽ വി വിൽ ബി വിസിറ്റഡ്, അത്രയും വരെ. ഓക്കെ. പിന്നെ ബാക്കി അതിനകത്ത് സെന്റൻസിൽ ബാക്കി നിൽക്കുന്നത് ആഫ്റ്റർ എ വീക്ക്. അപ്പൊ വി ഷാൽ ബി വിസിറ്റഡ് ആഫ്റ്റർ എ വീക്ക്. ഇനി നേരത്തെ ചോദിച്ചില്ല ദേ എന്നുള്ളത് എന്താക്കണം എന്നുള്ളത്, അത് ഇവിടെ വേണമെങ്കിൽ നമുക്ക് എഴുതാം ബൈ ദം. ബൈ ദം ആദ്യം വന്നിട്ടുള്ള ദേ, ബൈ കഴിഞ്ഞു കഴിഞ്ഞാൽ ദം എഴുതണം. അപ്പൊ ബൈ തുടങ്ങിയിട്ടുള്ളത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, സംശയം തീർന്നുവെന്ന് കരുതുന്നു. അപ്പൊ ഇത് ആദ്യം കറക്റ്റ് ആയിട്ട് എഴുതി കാണിച്ചത് ജുസാലിയ. സബ്ജക്ട് അല്ലേ ഇവിടെ? സബ്ജക്ട് മാറ്റണം. എന്താ പറയുക? സംശയം പറഞ്ഞു. ഇവിടെ സബ്ജക്റ്റും കൂടി ചേഞ്ച് ചെയ്യണം. സബ്ജക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബൈ, അല്ലെങ്കിൽ ഇതിന്റെ പറയുന്നത് ഏജന്റ് എന്നാണ്. അപ്പോൾ ഈ സബ്ജക്ട് നമ്മൾ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇത്രയും വരെ എഴുതിയാൽ മതി. അതായത് ആ ബൈ തുടങ്ങിയുള്ളത് വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. എഴുതി വിചാരിച്ച് കുഴപ്പമില്ലായിട്ടല്ല, എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ബൈ മുതൽ പിന്നെ ഉള്ളതാണ് ഒഴിവാക്കും. ബൈ ഉൾപ്പെടെ ഉള്ളത് ബാക്കി എഴുതണ്ട. ഓക്കെ. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് ഫുള്ള് പറയുമ്പോ വി ഷാൽ ബി വിസിറ്റഡ് ആഫ്റ്റർ എ വീക്ക്, ഇത്രയും പറഞ്ഞാൽ മതി. വി ഷാൽ ബി വിസിറ്റഡ് ആഫ്റ്റർ എ വീക്ക്, ഇത്രയും മതി. ഇനി നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട്, അറിവിലേക്ക് വേണ്ടിയിട്ടുമാണ് ഞാൻ പറഞ്ഞത് ബൈ എഴുതുകയാണെങ്കിൽ ഇതേ കൂടി നമ്മൾ മാറ്റുകയാണെങ്കിൽ ബൈ ദം ആക്കണം. അതാണ് പറഞ്ഞത്. ഫാത്തിമ ക്ലിയർ ആയോ? അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാൻ, ക്ലാസ്സിൽ വരുമ്പോ ഈ സിമ്പിൾ ഫ്യൂച്ചർ നേരെ ഒന്നുകൂടി പറയാം. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. സോ ഓക്കെ, യുവർ കോപ്പറേഷൻ ദാറ്റ് വാസ് വെരി ഗുഡ്. ഇവിടെ നമുക്ക് ഒരാൾ പഠാനുണ്ടായിരുന്നല്ലോ, ശ്രീജ. യെസ്, പഠിക്കോളൂ. വേണോ സർ? പഠിക്കോ, ഏതായാലും നമുക്ക് ക്ലൈമാക്സ്. യെസ്. ഓക്കെ സർ, ഐ വിൽ ട്രൈ. കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ ചേരുമുടക്കുഴലിന്റെ ഉള്ളിൽ വീണുറങ്ങുന്നൊരു ശ്രീരാഗമേ, നിന്നെ പുൽകിയുറക്കാൻ മറന്നു കണ്ണൻ. കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ. That's also. വെരി ഗുഡ്. ഞാൻ വിചാരിച്ച അടുത്ത ഹൈ പിച്ചോട്ട് പോകുന്ന പറ്റിയില്ലായിരുന്നല്ലേ? ഇല്ല സർ. ഓക്കെ 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 ഓക്കെ. ഞാനോ? അയ്യോ, പാട്ട് നമുക്ക് മടങ്ങില്ല. ഓക്കെ 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 ഓക്കെ. ഇത് ആസ്വദിക്കാൻ പറ്റും, അത് ചെയ്യാൻ മാത്രമേ. ഓക്കെ, സോ വി വിൽ മീറ്റ് നെക്സ്റ്റ് ഡേ. നമുക്ക് ഓണത്തിന്റെ സമയമാകുമ്പോ എല്ലാവരും ഒരേ ഓണപ്പാട്ടുകളൊക്കെ റെഡി ആയിട്ടൊക്കെ വരിക. നമുക്ക് അന്ന് പാട്ട് മാത്രമാക്കാം. ഓക്കെ. Okay sir, thank you sir. Okay sir. Okay okay. Thank you sir. Welcome welcome. Thank you sir. Welcome. Okay sir. Okay. കഴിഞ്ഞ ക്ലാസ്സിലെ അബ്രിവേഷൻസിന്റെ ഇമ്പോർട്ടന്റ് പറഞ്ഞല്ലോ. അതൊന്ന് ഗ്രൂപ്പിലിടണേ. ഓൾറെഡി ഗ്രൂപ്പിലുണ്ട്. ഒന്നുകൂടെ ഇടണോ? അതെ അതെ, ഞാൻ കണ്ടിട്ടില്ല അത്.